നിങ്ങളൊക്കെ പഠിച്ചു വെക്കുന്ന ആ ഭാഗം 60-ാമത്തെ അധ്യായത്തിൽ ദേവി പറയും, നന്വേതദേവ അരവിന്ദ വിലോചനാഹ യദ്വൈ ഭവൻ ഭഗവതോ അസധീ വിഭുംന കേസേ മഹിമ്യപിരതോ ഭഗവൻ ത്രദീശ ക്വാഹം പ്രകൃതി അജ്ഞഗൃഹീതപാദ. രുക്മിണി ദേവി പറയുകയാണ്. രുക്മിണി ദേവി പറയണോ, ഭഗവാനെ, നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഈ പറയുന്നതുണ്ടല്ലോ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചില പോയിൻറ്റ്സുകൾ ഞാനിതിനെ അതേപോലെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ വി ഹവ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ മോഡേൺ വേ. അതിൻ്റെ ഒരു വേറൊരു മീനിങ് നമ്മൾ കണ്ടെത്തണം. നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു അറിവുണ്ടായിരിക്കണം, ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. എന്താണത് ആ നോളജ്? ഓരോ മനസ്സും വ്യത്യസ്തമാണ്. ഒരു മനസ്സ് പോലെ വേറൊരു മനസ്സ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണ്. അപ്പം നമ്മുടെ വിവാഹ ജീവിതത്തിലൊക്കെ ഉള്ള ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു നോളജ് ഇല്ലാതെ പോകുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കുകയാണ്, എന്നെ മനസ്സിലാക്കാൻ വേറൊരാൾക്ക് സാധിക്കുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരാളെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നമ്മുടെ മനസ്സിനെ പോലെ വേറൊരു മനസ്സ് ഉണ്ടാവില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ മനസ്സിലാക്കാൻ ആർക്കേ പറ്റുള്ളൂ? എന്നെ മനസ്സിലാക്കണില്ല അവരാരും എന്നൊക്കെ പറയില്ല ഇന്നത്തെ കുട്ടികൾ. എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മളെ മനസ്സിലാക്കാൻ ആർക്കേ പറ്റുള്ളൂ? നമുക്കേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും മനുഷ്യ മനസ്സ് വേറൊരു മനസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അവരെന്നെ മനസ്സിലാക്കണം, അവരെന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നതിന് പകരം നാം സ്വയം പറയണം, ഓരോ മനസ്സും വ്യത്യസ്തമാണ്. അവരവരുടെ മനസ്സിനെ മാത്രമേ അവരവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ഫണ്ടമെൻ്റൽ അറിവുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ ജീവിതത്തിൽ വലിയൊരു വിജയമാണത്. ഇതാണ് ഒന്നാമത്തെ കാര്യം ദേവി പറയുന്നത്. രണ്ടാമത്തെ കാര്യം ദേവി പറയുന്നത്, ഇങ്ങനെ വ്യത്യസ്ത മനസ്സുകൾ ആണെങ്കിൽ മറ്റൊരു മനസ്സിൻ്റെ കുറവും ദോഷവും നമുക്ക് കാണാൻ നമ്മൾ ശ്രമിക്കും. ഏത് നമ്മൾ കാണില്ല? ഏത് കാണില്ല? സ്വന്തം മനസ്സിൻ്റെ കുറവുകളും ദോഷങ്ങളും നമ്മൾ ആരും കാണില്ല. മറ്റുള്ളവരുടെ കുറവും ദോഷവും കാണും. മറ്റുള്ളവരുടെ കുറവും ദോഷവും കാണുമ്പോൾ നാം അവരെ വിമർശിക്കും. ഇത്തരത്തിലുള്ള വിമർശനങ്ങളായിരിക്കും പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നത്. അവിടെ ദേവി പറയുന്നത്, എല്ലാ മനുഷ്യ മനസ്സിലും ഓരോരോ കുറവുകളും ഓരോരോ വൈകല്യങ്ങളും ഉണ്ടായിരിക്കും. കാരണം ജനിച്ച് ജീവിച്ചു വരുന്ന സാഹചര്യം അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകളും മറ്റുമൊക്കെ പരസ്യമായി പറഞ്ഞ് വിമർശിക്കുന്നതിനേക്കാൾ നല്ലത്, ഇന്നിപ്പോൾ അതാണല്ലോ ചെയ്യുക, നീ ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പരസ്യമായി പറയുമ്പോൾ ഒരാൾക്കത്, മറ്റൊരാളെ വിമർശിക്കുന്നത്, പരസ്യമായി വിമർശിക്കുന്നത് വേറൊരാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പ്രതികാരം തിരിച്ചു ചെയ്യും, ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങോട്ട്. ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാർട്ടിക്ക് പോയി. അപ്പം രണ്ടുപേരും പാർട്ടിക്ക് പോയ സമയത്ത് ഭർത്താവ് അങ്ങനെ പലതും ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. പല സാധനങ്ങളും പ്ലേറ്റ് കൊടുത്തു, അതിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അതിൽ കേക്ക് ഉണ്ട്, പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബിസ്ക്കറ്റ് താഴെ വീണു. ഭർത്താവ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, ഭാര്യയുടെ കൈ തട്ടിയതാണ്. താഴെ വീണപ്പോൾ ഭർത്താവ് ആരും കാണാതെ പതുക്കെ ആ ബിസ്ക്കറ്റ് എടുക്കാൻ നോക്കി. താഴെ നിന്ന് ഭാര്യ കയ്യിലൊരു കുത്തിയിട്ട് പറഞ്ഞു, വൃത്തികെട്ട മനുഷ്യൻ, ഞാൻ എത്ര കാലം നിങ്ങളോട് പറയാറുണ്ട്, താഴെ വീണതൊന്നും എടുക്കരുത്, താഴെ വീണതും എടുക്കരുത്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആർത്തി കാണിക്കരുത്. ഇങ്ങനൊരു തീറ്റ പണ്ടാരം സാധനം എവിടുന്ന് കിട്ടിയാവോ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനത്തെ? ഏത് ജ്യോത്സ്യനാവോ ജാതകം യോജിപ്പിച്ചു? അതൊക്കെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞതും ഭർത്താവ് മനസ്സിൽ വിചാരിച്ചു, കാണിച്ചു തരാം മീനാക്ഷി, ഒരു സന്ദർഭം എനിക്കും കിട്ടുമല്ലോ. അങ്ങോരാ ബിസ്ക്കറ്റ് എടുക്കാൻ വിചാരിച്ചത് എന്തിനാ വേസ്റ്റ് ആക്കണത് എന്നുള്ള രീതിയിലാണ്. ഏതായാലും പാർട്ടി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് മലമ്പുഴയ്ക്ക്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സ്കൂട്ടർ, ഭാര്യ പുറകിലിരുന്നു. വണ്ടി വിടുന്നു ഭർത്താവ്. ഒരു ഹമ്പിൻ്റെ മുകളിൽ വണ്ടി കയറി.
ഹമ്പിൻ്റെ മുകളിൽ വണ്ടി കയറി നല്ല സ്പീഡിലാണ് അടുത്തത്. ഭാര്യയുണ്ട്, ബും എന്ന് പറഞ്ഞൊരു പോക്ക് പോകും. അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്നു. ഭർത്താവ് ആടിച്ച് മിന്നിച്ച് വിട്ടു വീട്ടിലേക്ക്. വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് താക്കോല് ഭാര്യയുടെ കയ്യിലാണെന്ന്. എന്തായാലും വരുമല്ലോ. തിരിച്ചു പോകാൻ വേണ്ടി നോക്കി. സ്കൂട്ടറൊക്കെ എടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കണു. അതിന്നതാ വരണു. ഇറങ്ങി വന്നതും ഭർത്താവിനെ 4 ചീത്ത വൃത്തികെട്ട മനുഷ്യൻ, സ്വന്തം ഭാര്യ വീണ് പോയിട്ട് കണ്ടെത്താത്ത മനുഷ്യൻ, തിരിച്ചറിയാത്ത മനുഷ്യൻ, നിങ്ങളുടെ കൂടെയൊക്കെ ജീവിക്കണം, എന്നെ വേണം തല്ല എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഉപദേശം ഞാൻ അനുസരിച്ചില്ലേ? നീയല്ലേ എന്നോട് പറഞ്ഞത് താഴെ വീണതൊന്നും എടുക്കരുതെന്ന്? അതെന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. താഴെ വീണതൊന്നും എടുക്കരുത് നീ പറഞ്ഞാൽ അനുസരിക്കണ്ടേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് ഉപദേശിക്കുന്നതൊക്കെ മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു വരുന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയണു, ആദ്യം നമുക്കൊരു വിവേകം വേണം. രണ്ടാമത്തത് നമുക്ക് മനസ്സിലാവണം, സ്വന്തം ദൗർബല്യങ്ങളെ മാറ്റാൻ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മനസ്സിൻ്റെ ദൗർബല്യത്തെയും നമുക്ക് മാറ്റാൻ സഹായിക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു മനസ്സ് നന്നാവില്ല എന്ന് മാത്രമല്ല, പരസ്പരം കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ജീവിതം തീർക്കാം, നന്നാവുന്ന ലക്ഷണം ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്ത് വേണം? സ്വന്തം കുറവുകളെ അതിൽ നിന്നും മനസ്സിനെ ഉയർത്തണം. അതിനെന്താ വേണ്ടത്? അതിനാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. മൂന്നാമത്തത് പറയുന്നത്, അവനവനെ ഉയർത്താൻ അവനവന് തന്നെ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാ ദൗർബല്യങ്ങൾ നമുക്കറിയില്ല. ഏത് ദൗർബല്യങ്ങളായാലും ഇതിനെ മുഴുവൻ പരിഹരിക്കാൻ ഒറ്റ വഴി മനസ്സിനെ കൂടുതൽ കൂടുതൽ ആരിലേക്ക് അടുപ്പിക്കലാണ്? ഭഗവാനിലേക്ക്. ഒരു ധ്യാന സംസ്കാരം ഉണ്ടെങ്കിൽ വേറൊരാളെയും നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് അതൊന്നുമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് മറ്റൊരു മനസ്സിൻ്റെ കുറവ് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് പരസ്പരം പഴിചാരി മരിക്കുന്നത് വരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ കാണുന്നത്. ആണോ അല്ലയോ? അതുകൊണ്ടാണ് എന്താ പറയുക, പ്രായമാകും തോറും ഓരോരോ വിഷമങ്ങൾ പരസ്പരം കൂടി വരുന്നത്. നേരെ മറിച്ച് സ്വയം ഉയരാൻ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളെയും നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, സ്വയം ഒരു ധ്യാന സംസ്കാരം ചെയ്യണം. രണ്ടാമത്തത്, അത്തരത്തിലുള്ള സംസ്കാരത്തിലേക്ക് വേറൊരാളെ പ്രേരിപ്പിക്കണം എന്നാണ്. ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ കുട്ടികൾക്കില്ല. അന്ന് സ്വയം ധ്യാനിക്കുന്ന സംസ്കാരമില്ല, കൂടെ ജീവിക്കുന്ന ആളെ ധ്യാന സംസ്കാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന സംസ്കാരവും ഇല്ല. പിന്നെ ഇങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാവുക? ജീവിതം മുഴുവൻ ഇരിക്കുന്നത് മനസ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. അതാണല്ലോ നിങ്ങൾ പൊരുത്തം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നോക്കൂ, ഈ പറയുന്ന ഭാഷ, മനസ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 2 മനസ്സുകളുടെയും ലക്ഷ്യം ഒന്നായിത്തീർന്നാൽ അവർക്ക് ഒരു ലക്ഷ്യത്തിന് വേണ്ടി 2 മനസ്സുകളും പ്രവർത്തിക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആയി മാറും. അതിനത്ര പ്രാധാന്യം കൊടുക്കില്ല. നേരെ മറിച്ച് ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവൻ സ്വന്തം സ്വാർത്ഥതയ്ക്കായാൽ, സ്വന്തം ദുരഭിമാനത്തിനായാൽ വിട്ടുവീഴ്ചയില്ലാത്തൊരു ജീവിതം. അതുകൊണ്ടാണ് പലപ്പോഴും വീടുകളിൽ ഭാര്യാഭർത്ത ബന്ധം വിഷമബന്ധമായി മാറുന്നത്. വിഷമബന്ധം എന്ന് പറഞ്ഞാൽ 2 പേരുടെയും ദുരഭിമാനം സമ്മതിക്കില്ല. ഭാര്യ വടക്കോട്ട് പോയാൽ ഭർത്താവ് തെക്കോട്ട് പോകും. മനസ്സിലാവുണ്ടോ നിക്ക്? ഈ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഇന്ന് ഉണ്ടാവുന്നത് കൊണ്ടാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും ദുരഭിമാനവും സ്വാർത്ഥതയും കൂടിക്കൂടി വരുന്നു. വിട്ടുവീഴ്ച തീരെ ചെയ്യില്ല. 99% ഡിവേഴ്സിനും അതാണ് കാരണം. വിട്ടുവീഴ്ചയില്ല. അപ്പം ഈ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? നമ്മുടെ പ്രയോറിറ്റി പറയും. പ്രധാന കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? രുക്മിണി ദേവി പറയുന്ന 2 ശ്ലോകങ്ങൾ, അത് പറഞ്ഞില്ലെങ്കിൽ അതിന് രസമില്ല. പറയാണ്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ 60-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗത്തിൽ വരും, ദേവിയുടെ സ്തുതിയിൽ 45-ാമത്തെ ശ്ലോകത്തിൽ പറയും, ത്വക്ഷശ്മുരോ മനകേശപിനന്ദമന്ധർ മാംസാംസി
മാംസാംസ്തിരക്തകൃമിവിൽക്കഭവിത്തവാദം ജീവശവം ഭജതി കാന്തമതിർവിമൂഢ യാതേ പദാബ്ജമകരന്തമജിഘൃതി സ്ത്രീ അസ്തം ഭുജാക്ഷചരണ അസ്തം ഭുജാക്ഷമമതേ ചരണാനുരാഗം അസ്തംഭുജാക്ഷമമതേ ചരണാനുരാഗം ആസ്മൻഡതസ്യ മയി ചാനതിരിക്തദൃഷ്ടേ യർഹ്യസ്യ വൃദ്ധയോപാത്തരജ്യോതിമാത്രോ മാമീക്ഷസേ തതുഹന പരമാനുകമ്പ. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്തിനാണ്? ത്വക്സ്മരോമനകേശപിനദ്ദമന്തർ മാസ അംസ്തി. പറയാണ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തോല്, മാംസം, രോമം തുടങ്ങിയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനെയാണ് ഞാൻ ഭർത്താവ് എന്ന് കരുതുന്നെങ്കിൽ ശവം ഭജതി, ഞാനൊരു ശവത്തിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ ഭർത്താവ് എന്ന് കരുതുന്നത് ഈ ശരീരത്തെ അല്ലല്ലോ. ഞാൻ എന്തിനാണ് ഭർത്താവ് എന്ന് കരുതുന്നത്? ഒരു മനസ്സാണ് ഭർത്താവ്. ആ മനസ്സെന്ന ഭർത്താവും ഞാനും ഒരു മനസ്സാണ്. എന്തിനു വേണ്ടി കല്യാണം കഴിച്ചിരിക്കുന്നു? ചരണാനുരാഗം. ഭഗവാന്റെ മനസ്സിലായില്ലേ? ചരണ അനുരാഗം. മനസ്സിനെ ആരിലേക്ക് ഉയർത്താൻ? ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇവിടെ രുക്മിണീ ദേവി കൃഷ്ണനോട് പറയുന്നത്, അങ്ങ് ഏതവസ്ഥയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ആ അവസ്ഥയിലേക്ക് എന്നെയും ഉയർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങേ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു പ്രേമമല്ല എന്നർത്ഥം. കൃഷ്ണനെ കാണുന്നത് തന്നെ ഉയർത്താൻ സഹായിക്കുന്ന ഒരു ഗുരുവിൻ്റെ രൂപത്തിലാണ് ആര് കണ്ടിരിക്കുന്നത്? രുക്മിണീ ദേവി. ഇത് കേൾക്കാനാണ് കൃഷ്ണൻ രുക്മിണീ ദേവിയെ കൊണ്ട് ഇങ്ങനൊരു ചിത്രീകരണം ഉണ്ടാക്കി, കലഹമുണ്ടാക്കിയത്. ഭഗവാൻ പറയാണ്, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേവിയെ ഒന്നിങ്ങനെ പരിഹസിച്ചത് എന്ന്. അപ്പം ദേവി ഇത് പറയുമ്പോണ്ടല്ലോ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. വിവാഹബന്ധം എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. വിവാഹബന്ധം എന്ന് പറയുന്നത് രണ്ട് മനസ്സുകൾ സഹകരിച്ച് പരസ്പരം ആരിലേക്ക് ഉയരലാണ്? പരമാത്മാവിലേക്ക് ഉയരുമ്പോൾ, പരമാത്മാവിലേക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ധ്യാനത്തിലൂടെ മനസ്സിൻ്റെ ശക്തി കൂട്ടി വരുംതോറും, മനസ്സിൻ്റെ ശക്തി കൂടി വരുംതോറും മറ്റൊരു മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ നമുക്ക് അവഗണിക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, മറ്റൊരു മനസ്സിനെ പോലും ഉയർത്തിയെടുക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇന്നത്തെ കൗൺസിലിംഗ് ഒക്കെ എത്ര ഫൂളിഷ്നെസ് ആണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്നിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോവും ആളുകൾ, വിവാഹബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. ഒരിക്കലൊരു ഭർത്താവ് ഭാര്യയും കൊണ്ട് കൗൺസിലിങ്ങിന് പോയി. എന്താ ഭാര്യയുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആര് പേര് ചോദിച്ചാലും അവർ പേര് പറയുക, നിലത്ത് തുപ്പിയുടെ പേര് മീനാക്ഷി. അല്ല മീനാക്ഷി, ഇങ്ങനെ നീ പറയാൻ പാടുമോ? തുപ്പിക്കൊണ്ട് പറയാൻ പറ്റുമോ? പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വരുള്ളൂ. ഏതായാലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ തുപ്പിൽ നിന്നു അവരുടെ ഭർത്താവിന് സന്തോഷമായി, ഭാര്യയ്ക്കൊരു മാറ്റം വന്നല്ലോ. എവിടെ? ഒരു 2 മാസം കഴിഞ്ഞതും ആരോ പേര് ചോദിച്ചു. കല്യാണത്തിന് പോയിരിക്കുക, അവിടെ വെച്ച് പേര് ചോദിച്ചതും എന്താ പേര്? മുഖത്തേക്കാ തുപ്പിയത്. പറഞ്ഞിട്ട് മീനാക്ഷി. ഭർത്താവ് ചോദിച്ചു, മീനാക്ഷി നീ എന്താ ചെയ്തത്? മുഖത്ത് തുപ്പിയേ. അപ്പോൾ പറയാൻ, എനിക്ക് ആ കൗൺസിലിങ്ങിന് ശേഷം നാണം പോയി കിട്ടിയെന്ന്. അതുവരെ എനിക്ക് ഇത്തിരി നാണം ഉണ്ടായിരുന്നു നിലത്ത് തുപ്പുമ്പോഴൊക്കെ. ഇപ്പം എനിക്ക് എവിടെ വേണമെങ്കിലും തുപ്പാതായിരിക്കണോ. ഈ കൗൺസിലിംഗ് ഒക്കെ നന്നാവണം എന്ന് പറയുക അല്ലേ? പക്ഷേ ഈ നന്നാവണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നന്നായത് കൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ ശരിയായ നന്നാവൽ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ധ്യാനിക്കും തോറും നിങ്ങൾ നല്ലവരായി തീരും. നിങ്ങളുടെ കുറേ സ്വഭാവങ്ങളിൽ മാറ്റം വന്നേ പറ്റുള്ളൂ. മനസ്സ് പരമാത്മാവിലേക്ക് അടുക്കും തോറും ചില ദുർവാശികളും സ്വാർത്ഥ ചിന്തകളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ രണ്ടുപേരും ധ്യാനിക്കും തോറും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരമുള്ള ഒരു തിരിച്ചറിവ് കൂടുകയാണോ ചെയ്യുക? ആണോ അല്ലയോ?
രണ്ടുപേരും ധ്യാനിക്കും തോറും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കൂടുകയാണോ ചെയ്യുക? ആണോ അല്ലയോ? ആ ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവരണ്ടേ? അതോ അതിന് പകരം മറ്റൊരു മനസ്സ് ശരിയല്ല, അതിനെ ഞാൻ ശരിയാക്കി അടങ്ങൂന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മമല്ല 10 ജന്മം എടുത്താലും ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനെയും നേരെയാക്കാൻ പറ്റിയിട്ടില്ല. ഇനി പറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവസാനം തളർന്ന് വീണിട്ടേ ഉള്ളൂ. ദശരഥൻ വിചാരിച്ചിട്ട് കൈകേയി നേരെയില്ല, പക്ഷെ കൈകേയി വിചാരിച്ചിട്ട് ദശരഥൻ നേരെയാക്കി കിടന്നു. ഉണ്ടോ? ഒരു കൈകേയി വിചാരിച്ചിട്ട് രാമനെ തളർത്താൻ പറ്റിയിട്ടില്ല. ഉണ്ടോ ഇല്ലയോ? പാണ്ഡവന്മാരൊക്കെ വിചാരിച്ചിട്ടും പാഞ്ചാലി തളർന്നിട്ടില്ല. അപ്പം മാനസികമായി ഉയരും തോറും ഒരാളും തളരുകയല്ല ചെയ്യുക, എല്ലാവരും മാനസികമായി ഉയരുകയാണ്. അപ്പം അതുകൊണ്ട് ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധിക്കണേ നിങ്ങൾ. വിവാഹം എന്ന് പറയുന്നത് ഇവിടെ കൂടിച്ചേരുക എന്നാണ് അർത്ഥം. അപ്പം ആരുമായി കൂടിച്ചേരലാണ്? ആത്യന്തികമായി കൂടിച്ചേരേണ്ടത് ഈ മനസ്സും ആര് തമ്മിൽ? പരമാത്മാവ്. അതിനൊരു കൂട്ടത്തിലൊരു സഹായം, എന്താ പറയുക, സഹയാത്രികയായി ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. രണ്ടുപേരും പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ രണ്ട് മനസ്സിനും ആരിലേക്ക് എത്തിച്ചേരാൻ പറ്റും? പരമാത്മാവിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെയുള്ള കുടുംബജീവിതമൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ ഭാര്യ രാവിലെ എണീറ്റാൽ ഭർത്താവ് കൂർക്കം വലിച്ച് കിടക്കും, ഭർത്താവ് രാവിലെ എണീറ്റാൽ ഭാര്യ കൂർക്കം വലിച്ച് കിടക്കും. നോക്കൂ നിങ്ങൾ, രണ്ടുപേരും തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. ഒരാൾ പൂജാമുറി ഭക്തിയിലാണെങ്കിൽ വേറൊരാൾ വേറെ മുറിയിലുള്ള ഭക്തിയിലാണ്. എന്നോടൊരു അങ്കിള് വന്ന് പറഞ്ഞു, സ്വാമി നിങ്ങളൊക്കെ ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ എൻ്റെ കാര്യം കഷ്ടകാലമായി എന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കെന്താ എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട്? ഹേയ്, നിങ്ങളൊക്കെ ഈ ഭാഗവതവും ഗീതയും നാരായണിയൊക്കെ പ്രചരിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഭാര്യ ഇപ്പം നാരായണിയായിട്ട് നടക്കാൻ തുടങ്ങിയത്. ഞാൻ റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലിരുന്ന് സാമ്പാറും ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉണ്ട് എൻ്റെ ഭാര്യ ഒരു നാരായണീയ പുസ്തകവും കക്ഷത്ത് വെച്ചിട്ട് ഞാനിതാ നാരായണീയത്തിന് പോകണമെന്ന്. എന്നിട്ട് എന്നോട് പറയാണ്, സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ചോറുണ്ടാക്കി കഴിച്ചോളൂ എന്ന്. എന്നിട്ട് അവൾ നാരായണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഒരു വൈകുന്നേരം 4 മണി 5 മണിക്കാണ് എത്തി എത്തിയത്. എന്നോട് പറയാണ്, ഒരു ചായ ഉണ്ടാക്കി തരൂട്ടോ എന്ന്. കട്ടിലൊരു കടത്തം. എന്നിട്ട് പറയാണ്, രാത്രിക്ക് സാമ്പാർ ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് ചോറും കൂടി വെച്ചോളൂ. അല്ല അപ്പം നീയോ? എനിക്കുണ്ടല്ലോ നാരായണിയൊക്കെ വായിച്ച് ഞാൻ തളർന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇപ്പം വീണ്ടും അടുത്ത പുസ്തകം കക്ഷത്ത് വെച്ചിട്ട് അതേത് കട്ടി കൂടുതൽ ഭാഗവതാണ് അത്രേ. ഇന്ന് ഭാഗവതം ക്ലാസ് ഉണ്ട് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ വിട്ടുകൊടുക്കരുത്, അങ്കിളും ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഗീതാ പുസ്തകം കക്ഷത്ത് വെച്ച് നടക്കൂ. അങ്ങനെ എന്തിനാണ് വിട്ടുകൊടുക്കണത്? നമുക്കുണ്ടോ പുസ്തകത്തിന് പഞ്ഞ്? ഒരാൾ നാരായണി എടുത്താൽ മറ്റൊരാൾ ഭഗവത്ഗീത എടുക്കണം, അല്ലെങ്കിൽ രാമായണം എടുക്കണം. അപ്പം എന്നോട് ചോദിച്ചു, ഈ പുസ്തകം എടുത്തിട്ട് എന്ത് ചെയ്യണം? റോഡ് സൈഡിൽ പോയി വായും പൊളിച്ച് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ പിന്നാലെ പോയി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊക്കെ അതാ വിചാരിച്ചിരിക്കുന്നത്, വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് അങ്ങനെ ജീവിക്കാം. അങ്ങനെ ഒന്നൊരു കുടുംബജീവിതത്തിൽ സുഖം കാണാൻ സാധ്യമല്ല. മനസ്സ് നിങ്ങളെ വെറുതെ ഇരിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ വേണ്ടാത്തതൊക്കെ ചിന്തിക്കുക, അത് വേണ്ടാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടും. മനസ്സിലായില്ലേ? ഒന്നുകിൽ വീട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടും, ഒന്നുകിൽ നിങ്ങൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടും, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനമില്ല. ഒരു കുറ്റവും കുറവും കണ്ടെത്തിയില്ലേ മനസ്സിന് സ്വസ്ഥതയില്ല. അപ്പം അതിന് നല്ലത് എന്താ? നല്ലത് വേണ്ടാത്തതൊന്നും ചിന്തിക്കാതിരിക്കാൻ നാരായണിയോ ഭാഗവതോ ഗീതയോ ധ്യാനമോ ഒക്കെ ഒന്ന് പരിശീലിക്കൂ. നിങ്ങൾ വേണ്ടാത്തതിലേക്കൊന്നും ആര് പോവില്ല? മനസ്സ് പോവില്ല. ഇത്രയും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് എവിടെ കിട്ടും? മാർക്ക് തരാൻ സാധിക്കും? അതുകൊണ്ട് വിവാഹം എന്നത് പരസ്പരം ഉയർത്താനുള്ളതാണ്. എന്നിട്ടിവിടെ ഒരു ശ്ലോകം കൃഷ്ണൻ പറയുന്നുണ്ട്, അതൊരു ഗംഭീര ശ്ലോകമാണ്. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യാ നിരയേബിയേ നൃണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. മാം പ്രാപ്യ, എന്നെ പ്രാപിക്കേണ്ടതിന് പകരം ആളുകൾ വാഞ്ചന്തിയേ സമ്പദ സത്പതിം, എൻ്റെ അടുത്ത് വന്ന ആളുകൾ സമ്പത്തും അതുപോലെ തന്നെ പതി, നല്ലൊരു ഭർത്താവ് ഭാര്യ മക്കള്
ഇതൊക്കെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഇതൊക്കെ നോക്കൂ, നിങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മൾ തെറ്റായൊരു ആരാധനാ രീതി ഉണ്ടാക്കിയെടുത്തു. പ്രാപിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മൾ. ഭഗവാൻ പറയാണ്, എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തേ മന്ദഭാഗ്യ നിരയേബിയേ നൃണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. ഭഗവാൻ പറയണത് തേ മന്ദഭാഗ്യ, അവര് മന്ദഭാഗ്യമാണ്. മന്ദഭാഗ്യം എന്ന് പറഞ്ഞാൽ പറയൂ, ഭാഗ്യം ഇല്ലാത്തവരെന്ന്. അപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? ഒരു ഭാഗത്തിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ധ്യാനവും ജപവും ഒക്കെ ചെയ്യൂ. നമ്മുടെ ഭാരതീയ സംസ്കാരം മാത്രമാണ് ഒരേ ഒരു സംസ്കാരം, ലോകത്തിൽ ഒരേ ഒരു സംസ്കാരം. എന്താണത്? മനസ്സും ഭഗവാനും പറയൂ ഒന്നായി തീരും. ഒന്നാണെന്നല്ല, ഒന്നാണെങ്കിൽ പിന്നെ ഒന്നായി തീരുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചത്. അതിന് എന്ത് വേണം? നിങ്ങൾ മാം അനുസ്മരചിത്തം മയ്യേവ പ്രവിലീയതേ, എന്നെ അനുസ്മരിക്കുന്ന മനസ്സ് എന്നിലേക്ക് ലയിക്കും. അപ്പം അതിനു വേണ്ടി കുറച്ച് സമയം ആരെ സ്മരിക്കാൻ ഉപയോഗിക്കണം? അതിനാണ് അമ്പലത്തിൽ പോകുന്നത്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് എന്തിനാ അമ്പലത്തിൽ പോകേണ്ടത്. ഭഗവാൻ തന്നെ ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 23-ാം അധ്യായത്തിൽ 46-ാം ശ്ലോകത്തിൽ പറയും, ദാനം സ്വധർമ്മോ നിയമോയമശ്ച ശ്രുതം ച കർമാണി ച സദ്വ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോഹി യോഗോ മനസസമാധി. ദാനം സ്വധർമ്മോ നിയമോയമശ്ച, നിങ്ങൾ ദാനം ചെയ്യുന്നത്, സദ്വ്രതങ്ങളൊക്കെ ചെയ്യുന്നത്, ക്ഷേത്രങ്ങളിൽ പോകുന്നത്, നാമം ജപിക്കുന്നത്, സർവേ സർവേ എന്ന് പറഞ്ഞാൽ എല്ലാം മനോനിഗ്രഹം. എന്താണ്? മനസ്സിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ വേണ്ടാത്ത ചിന്തകളെയൊക്കെ ഇല്ലാതെയാക്കാൻ. പരോഹിയോഗോ മനസ്സമാധി, മനസ്സ് ഭഗവാനോട് അടുക്കും തോറും മറ്റുള്ള ചിന്തകളൊക്കെ നിങ്ങളിൽ കുറഞ്ഞു വരും. നോക്കൂ, എല്ലാവരും പറയണോ മനസ്സിന് സ്വസ്ഥതയില്ല, സ്വസ്ഥതയില്ല. എല്ലാവരും അതാ പറയുക, ആണോ? ഉറക്കം വരുന്നില്ല, സ്വസ്ഥതയില്ല. ഈ സ്വസ്ഥത എവിടുന്നാ കിട്ടുക? കടയിൽ നിന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? കടയിൽ നിന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എവിടുന്ന് കിട്ടും സ്വസ്ഥത? പലർക്കും അതിൻ്റെ രഹസ്യം അറിയില്ല. സ്വസ്ഥത കിട്ടുന്നത് എങ്ങനെയാണ്? സ്വസ്ഥത കിട്ടുന്നത് ശ്രദ്ധിക്കൂ. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മനസ്സ് താനെ കെട്ടടങ്ങണമെന്നാണ്. ഉറങ്ങുമ്പോൾ മനസ്സിൽ ചിന്തകളൊന്നും വരാൻ പാടില്ല. അതല്ലേ പലരെ പേടി സ്വപ്നം കാണിക്കല്ലേ ഹനുമാനേ. ഹനുമാനാണോ പേടി സ്വപ്നം കാണിക്കുന്നത്? പേടി സ്വപ്നം വരരുതേ. സ്വപ്നങ്ങൾ വരുന്നതിലല്ല കാര്യം. നിങ്ങളുടെ മനസ്സ് ആ സ്വപ്നത്തിലേക്ക് അങ്ങോട്ട് കയറിപ്പിടിച്ച്, വേണ്ടാത്ത ചിന്തകളിലേക്ക് കയറിപ്പിടിച്ച് കാട് കയറി ചിന്തിക്കുന്നു. ആര്? മനസ്സ്. മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മനസ്സ് എന്തൊക്കെയാ ചിന്തിക്കുക എന്നുള്ളതുണ്ടല്ലോ, ഒരു തരത്തിലും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ഭാർഗവി അമ്മയും ഭാനുമതി അമ്മയും കൂട്ടുകാരാണ്. രണ്ടുപേരും അമ്പലത്തിലാണ് കണ്ടുമുട്ടുക. ഭാർഗവി അമ്മ അങ്ങോട്ട് പോകുമ്പോൾ ഭാനുമതി അമ്മ ഇങ്ങോട്ടായിരുന്നു. രണ്ടുപേരുടെയും ലോകവിവരങ്ങൾ പറയുന്ന സ്ഥലം അമ്പലമാണ്. രണ്ടുപേർക്കും അമ്പലത്തിൽ പോകാനുള്ള താല്പര്യം, തൊഴാനുള്ള താല്പര്യമല്ല. ലോക്കൽ ന്യൂസുകളൊക്കെ അവിടെ എന്ത് വീട്ടിൽ നടക്കണോ, രാവിലെ ചട്നി ഉണ്ടോ, സാമ്പാറുണ്ടോ, മരുമകൾ എങ്ങനെ ഇരിക്കണു, പോത്തുപോലൊരു സാധനം എണ്ണീറ്റിട്ടില്ല ഞാൻ വരുമ്പോൾ, അപ്പം അപ്പുറത്തെ മരുമകളുടെ കുട്ടം കേൾക്കുമ്പോൾ ഇവിടെ ഒരു സുഖം. ഇങ്ങനെയൊക്കെ അവർ രണ്ടുപേരും ഭാനുമതി അമ്മയും ഭാർഗവതി അമ്മയും ഇങ്ങനെ ജീവിതം കൊണ്ടു നടക്കും. ഒരു ദിവസം ഭാർഗവി അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ ഭാനുമതി അമ്മ ഇറങ്ങി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാച്ചാൽ ഭാർഗവി അമ്മ ഒരു കല്യാണത്തിന് പോയപ്പോൾ കേട്ടു ഈ ഭാനുമതി അമ്മ തൻ്റെ നമ്പർ 1 ശത്രുവിൻ്റെ ബന്ധുവാണെന്ന്. അതുവരെ അറിയില്ലേന്ന് അവർക്ക്. പണ്ട് തമ്മിൽ തെറ്റിയതാണ്. അത് അറിഞ്ഞ പിറ്റേ ദിവസം ഈ ഭാർഗവി അമ്മയ്ക്ക് അറിയില്ല എങ്ങനെ ഭാനുമതി അമ്മയെ കാണണമെന്ന്. ശത്രുവിൻ്റെ ബന്ധുവാണ്. ഏതായാലും പല്ലൊക്കെ നെളിച്ച് കാട്ടി അടുത്തടുത്തടുത്ത് വരുന്നു. ഭാനുമതി അമ്മ ഇറങ്ങി വരുന്നു.
ഭാനുമതി അമ്മ മിണ്ടാതെ മുഖവും വീർപ്പിച്ചൊരൊറ്റ പോക്ക്. അന്ന് അമ്പലത്തിൽ പോകുമ്പോൾ എന്തായിരിക്കും ചിന്ത? എന്തോ എന്നെക്കുറിച്ച് ആ കുരുത്തം കെട്ടവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്തോ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാലം സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരാൾ മുഖം വീർപ്പിച്ച് പോകേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ മുഖം വീർപ്പിച്ച് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ കരുതില്ലേ? ഇത് തന്നെ ചിന്ത, ഇത് തന്നെ ചിന്ത. തിരുമേനി ചോദിച്ചു, തൊഴുതോ ഭാർഗവിയമ്മയെ തൊഴുതോ? ആരും എൻ്റെ കാര്യം അറിയണ്ട, ദേവന്മാർക്ക് പോലും ഇപ്പം എന്നെ വേണ്ട, ദേവിമാർക്ക് പോലും വേണ്ട. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഭർത്താവ് ചോദിച്ചു, എന്ത് പറ്റി ഭാർഗവി, എൻ്റെ മുഖത്തൊരു എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങളെന്തിനാ എൻ്റെ കാര്യം നോക്കണം? എൻ്റെ മുഖം വീർക്കാതിരിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്താൽ? അങ്ങോട്ട് തുടങ്ങിയില്ലേ? അന്നത്തെ ദോശ കരിഞ്ഞു, സാമ്പാറിൽ ഉപ്പ് കൂടുതൽ. എന്താ ഭാർഗവി ഇതൊക്കെ ചെയ്യണ? അത്രയൊക്കെ കഴിച്ചാൽ മതി, കുറേ കാലമില്ലേ കഴിക്കാൻ തുടങ്ങിയിട്ട്, ഇനി വേണമെങ്കിൽ വേറെ കെട്ടിക്കോളൂ. നിനക്ക് എന്ത് പറ്റി രാവിലെ, എന്ത് പറ്റിയെന്ന് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നോക്കണത്. ഓ, ആ ദിവസം മക്കളുടെ നേരെ ചാടണു. എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി അമ്മയ്ക്ക്? മുഖം വീർത്തിരിക്കണു, മനസ്സിൽ മുഴുവൻ അവളെന്താ പറഞ്ഞത്, അവളെന്താ പറഞ്ഞു കൊടുത്തവൾ. പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുമ്പം തന്നെ ചിന്തിക്കുകയായിരുന്നു, പോണോ, പോയിട്ടെന്താ കാര്യമുള്ളത്? എന്തായാലും ഇനിയിപ്പോൾ നാട്ടുകാർ ചോദിക്കുക എന്താ പോവാത്തത്, എന്നാൽ പോവാന്ന് വിചാരിച്ച് പോവുകയാണ്. ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ആ ഭാനു അസത്തിനെ കാണരുതേ എന്ന്, വഴിയിൽ അവളെ കാണാൻ പാടില്ല. അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഭാഗ്യത്തിന് ഭാനുമതി ഇല്ല. തിരുമേനി ചോദിച്ചു, എന്ത് പറ്റി? ഒരു ഉഷാറില്ലല്ലോ എന്ന്. എന്താ തിരുമേനി, കലിയുഗല്ലേ, എന്തിനു ഉഷാറിനി? ഒരു ഉഷാറിനി ഉണ്ടായിട്ട് കാര്യമില്ല, ചാവാനായില്ലേ എന്നൊക്കെ വലിയ വലിയ വേദാന്തങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നോക്കണേ എപ്പോഴാണ് വേദാന്തമൊക്കെ വരിക എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി, സമാധാനമായി, ഒരസത്തെങ്കിലും പോയി കിട്ടിയല്ലോ, ആരോടും കൂട്ടുകൂടാതിരിക്കുക നല്ലത് എന്നൊക്കെ. മക്കളോടും പറഞ്ഞോ, ആരോടും കൂട്ടുകൂടൊന്നും വേണ്ടട്ടോ. അവർ ചോദിച്ചു, എന്ത് പറ്റി അമ്മയ്ക്കൊരു പ്രശ്നം? എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എവിടെ? അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ആരെ കാണരുത്? ഭാനുമതി. അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പം അതാ ഭാനുമതി അമ്മ ഇറങ്ങി വരുന്നു. അപ്പോഴേക്കും ടെൻഷൻ കൂടി, BP കൂടി, കൊളസ്ട്രോൾ കൂടി. ചിരിക്കണോ ചിരിക്കണ്ടേ, മുഖം വീർപ്പിക്കണോ വീർപ്പിക്കണ്ടേ, എന്താ ഒരു ടെൻഷൻ നോക്കൂ. മൈൻഡ് ചെയ്യണോ മൈൻഡ് ചെയ്യണേ? ആ ഒരു നിമിഷം ചിന്തിച്ചതും ഭാനുമതി അമ്മ ഓടി വന്നൊരൊറ്റ കെട്ടിപ്പിടുത്തം ഭാർഗവി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാർഗവി, ഞാൻ മിനിയാന്ന് മിണ്ടാതെ പോയത് എന്താ വെച്ചാൽ പല്ലുവേദന കാരണം മുഖം വീർത്തിരിക്കുന്നു. ഇന്നലെ പോയി ഞാൻ പറപ്പിച്ചു. എന്തൊരു സമാധാനം എന്നുണ്ട്. വായ പൊളിച്ച് കാണിച്ചു കൊടുത്ത് 3 പല്ലാ പറച്ച് കളഞ്ഞിട്ട്. ഈ ഒരു സാധനത്തിന് എന്തൊക്കെയാ ചിന്തകൾ പോയത്. മനസ്സങ്ങനെയാണ്, കാടുകേറി ചിന്തിക്കുക. ഒരു സംബന്ധവും ഉണ്ടാവില്ല. എന്തിനാണ് ഇതൊക്കെ? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും സംഭവിക്കുന്നതും വേറെ വേറെ ആയിരിക്കും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും. ആണോ അല്ലയോ? എങ്ങനെയാ എന്താ ചിന്തിക്കുന്നത് പോലെ. ഒരു ഗ്രാമത്തിൽ കുട്ടികൾ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പന്ത് കിണറ്റിൽ വീണു. ഒരു കുട്ടി അത് എടുക്കാൻ വേണ്ടി നോക്കിയതും അവനും വെള്ളത്തിൽ വീണു. അപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ വന്ന് നെഞ്ചത്തടിച്ച്, അയ്യോ എനിക്കൊരു മകനേ ഉള്ളൂ, അവൻ പോയാൽ പിന്നെ ജീവിതം എന്ന് പറഞ്ഞക്കറിയാം. അപ്പോഴേക്കും ആളുകളൊക്കെ നോക്കി എങ്ങനെ ആ കുട്ടിയെ എടുക്കാൻ പറ്റുമോ, നല്ല ആഴമുള്ള കിണർ. അതിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും വന്നു. അയാളിങ്ങനെ എത്തി നോക്കിയതും വെള്ളത്തിൽ ചാടലും കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കയറൊക്കെ ഇട്ട് കൊടുത്തു, കയറും വട്ടിയും ഒക്കെ കൊടുത്തു. കുട്ടിയെയും പൊക്കി ആൾ വന്നപ്പോൾ അപ്പോഴേക്കും ആരോ മാലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയ നേതാവിൻ്റെ കഴുത്തിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, ധീരനായ നേതാവാണെന്ന് അങ്ങ് സമ്മതിച്ചു, അങ്ങക്ക് ഈ കിണറ്റിലേക്ക് ചാടാൻ എവിടുന്നാണ് ഊർജവും പ്രചോദനവും കിട്ടിയതെന്ന്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഊർജവും പ്രചോദനമൊക്കെ അവിടെ നിൽക്കട്ടെ, ആരാ പുറകെ നൊന്തിയതെന്ന് ആദ്യം പറയുമെന്ന്. മനസ്സിലായില്ലേ? ആരോ ഉന്തിയിട്ടതാ പാവത്തിൽ. ഇതാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ചിന്തിക്കുക. ആളുകൾ വേറെ ഡയറക്ഷനിലായിരിക്കും ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് എനിവേ നമ്മളൊക്കെ ജനിച്ചു വന്നു. ഇനിയെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് പറയൂ ഉയർത്തണം. അനന്തമായൊരു പരമാത്മശക്തി നിങ്ങളിലുണ്ട്. അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദുർബലരായി അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും.
നിങ്ങളതിനെ പ്രാപിക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ധ്യാനവും മറ്റും ചെയ്താൽ നിങ്ങൾക്ക് ഏത് അസ്വസ്ഥതകളെയും തരണം ചെയ്യാൻ പറ്റും. ഇവിടെ ദേവകീ ദേവി പറയും, ഈ ലോകത്തിലുണ്ടല്ലോ ആളുകൾ മുഴുവൻ അസ്വസ്ഥരായിക്കൊണ്ട് അവരെന്ത് ചെയ്യണത്രേ? ലോകാൻ സർവാൻ, ലോകം പല ഭാഗത്തേക്കും ഓടുന്നു എന്നാണ്. പല സ്ഥലത്തും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഓടുന്നു. അവരറിയുന്നില്ല അവരുടെ ഉള്ളിൽ തന്നെ സ്വസ്ഥത കണ്ടെത്താനുള്ള വഴികളുണ്ടെന്ന്. അപ്പം എന്താ ഈ സ്വസ്ഥതയ്ക്കുള്ള വഴി? ശ്രദ്ധിക്കൂ നിങ്ങളെ. ആദ്യം നമ്മൾ അറിയണം അസ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്. അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളിലേക്കുള്ള മനസ്സിൻ്റെ ആകർഷണമാണിത്. നല്ല ഒഴുകി വരുന്ന വെള്ളത്തിൽ നിങ്ങൾ കൈവച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ നിങ്ങൾ കയ്യോ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളും കാലുകളും ആ ഒഴുക്കിൽ അങ്ങനെ തള്ളിപ്പോവും. ഉണ്ടോ? പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉണ്ടോ ഇല്ലയോ? ആ ഒഴുക്കിൻ്റെ പ്രത്യേകതയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ മനസ്സാ ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെടും. ഈ ആകർഷണമില്ലാതെയാക്കാൻ എന്താ വഴി? അതിനാണ് എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദം പ്രശ്രൂയതേ ഗ്രാമ്യ കഥാവികാത നിഷേവ്യമാണോനുദിനം മുമുക്ഷോ മതിം സതിം യച്ചതി വാസുദേവേ. ഭാഗവതത്തിൽ പറയും, ഇവിടെ പറയും, എന്താ പറയുക, ദേവകീ ദേവി പറയും, ഭഗവാനെ തുൽപാദാബ്ജം പ്രാപ്യയദശ്ചയാദ്യം സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദപൈതി. ഭഗവാൻ എന്ത് വേണം? ധ്യാനത്തിലൂടെ ഭഗവാന്റെ പാതാരവിന്ദത്തിലേക്ക് മനസ്സിൻ്റെ ആകർഷണം നിരന്തരം കൊണ്ടുവന്നാൽ, മനസ്സിൻ്റെ ആകർഷണം ഒരു ഭാഗത്തേക്ക് വന്നാൽ അസ്വസ്ഥ ചിന്തകളിലേക്കുള്ള മനസ്സിൻ്റെ ആകർഷണം കുറയും. അപ്പം ഇതൊരു മൈൻഡ് മാനേജ്മെൻ്റാണ്. പ്രശ്നമുണ്ടാക്കുന്നത് ചിന്തകളല്ല, പ്രശ്നമുണ്ടാക്കുന്ന ചിന്തകളിലേക്ക് ആകർഷിക്കുന്ന മനസ്സാണ്. ഈ മനസ്സിനെയാണ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനുള്ള സകല ശക്തിയും കഴിവും ആർക്കുണ്ട്? നമ്മളിലുണ്ട്. അപ്പം ധ്യാനമൊക്കെ പരിശീലിക്കുമ്പോൾ ധ്യാനം എന്നുള്ളത് ദൈവവുമായി ബന്ധപ്പെട്ടതല്ലത്. ധ്യാനം എന്നുള്ളത് തന്നിൽ തന്നെയുള്ള അനന്ത ഈശ്വരീയമായ ശക്തി, അല്ലെങ്കിൽ എന്താ പറയുക, ബോധശക്തിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. നിങ്ങളുടെ മനസ്സിന് ശക്തി കൂട്ടുക. അപ്പം ശക്തി കൂടുന്തോറും മറ്റുള്ള ചിന്തകളിൽ നിന്നും മനസ്സ് മുക്തമായി തീരും. ഇതാണ് ഭഗവാൻ ഇവിടെ രുക്മിണീ ദേവിയോട് പറയുന്നത്. ദേവിക്കിത് സാധിച്ചിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം പിന്നീട് ഭാഗവതത്തിലൊരു കഥ പറയുന്നത്, നൃഗൻ എന്ന് പറയുന്ന രാജാവ്, ഇദ്ദേഹത്തിന് പിറന്നാൾ ദിവസം വന്നപ്പോൾ, ബർത്ത്ഡേ വന്നപ്പോൾ ഇദ്ദേഹം ഹാപ്പി ബർത്ത്ഡേ എല്ലാവർക്കും എന്ത് ചെയ്തത്രേ, കുറച്ച് പശുവിനെ കൊടുക്കാൻ ദാനം ചെയ്യാൻ ശേഷം അപ്പോൾ 100 പശുക്കളെ ഒരു ബ്രാഹ്മണന് കൊടുത്തു. അന്ന് വേറൊരു ബ്രാഹ്മണൻ വന്നപ്പം അയാൾക്കും കൊടുത്തൊരു 100 എണ്ണം. പക്ഷെ കഷ്ടകാലത്തിന് ആദ്യം കൊടുത്ത പശുക്കളിൽ ഒരു പശു തിരിച്ച് ആലയിലേക്ക് കയറി. രണ്ടാമത്തെ ബ്രാഹ്മണന് കൊടുത്ത പശുക്കളിൽ ആദ്യം കൊടുത്ത ബ്രാഹ്മണന് കൊടുത്ത പശുവും പെട്ടു. ഇവർ രണ്ടുപേരും ഒരു പശുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര തർക്കം. ഒന്നാമത്തെ ബ്രാഹ്മണൻ വഴിയിൽ വെച്ച് എണ്ണിയപ്പോൾ 99 ഉള്ളൂ. രണ്ടാമത്തെ ബ്രാഹ്മണന് 100 പശുക്കളുണ്ട്. പറഞ്ഞു, ഈ പശു എൻ്റെയാണ്, വെള്ളപ്പശു എൻ്റെയാണ്. രാജാവിൻ്റെ അടുത്തെത്തി രണ്ടുപേരും. രാജാവ് പറഞ്ഞു, ഒരു പശുവിന് വേണ്ടി നിങ്ങൾ ലഹള കൂടാതിരിക്കൂ, വേണമെങ്കിൽ 10 എണ്ണം ഞാൻ എക്സ്ട്രാ തരാം. ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, ഔദാര്യമൊന്നും വേണ്ട, എനിക്ക് ആദ്യത്തെ എൻ്റെ പശു മാത്രം മതി. ചിലപ്പോൾ ഉണ്ടല്ലോ, കൊടുത്തു കഴിഞ്ഞാൽ അവരായിരിക്കും. എനിക്കറിയാം, ഒരു ബാങ്ക് മാനേജർ പറഞ്ഞൊരു കഥ. അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ മുന്നിൽ ഒരു യാചകൻ, പിച്ചക്കാരൻ യാചിക്കത്രേ. ഇദ്ദേഹം ആദ്യകാലമൊക്കെ അദ്ദേഹത്തിന് 10 രൂപയൊക്കെ കൊടുക്കും ഈ യാചകന്. പിന്നെ 5 രൂപ, പിന്നെ 2 രൂപ, പിന്നെ 1 രൂപ. അപ്പോൾ ഈ യാചകൻ പറഞ്ഞ, സാധാരണ സാലറി കൂടുക ചെയ്യുക, ഏത് സ്ഥലത്തും സാലറി കൂടുക എന്നല്ലാതെ കുറഞ്ഞ ചരിത്രമില്ല. എൻ്റെ കാര്യത്തിൽ എന്താ സാറേ 10 1 രൂപയായത്? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്തെ, പണ്ട് ഞാൻ ബാച്ചിലറായിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അന്ന് എനിക്ക് ശമ്പളമൊക്കെ കൂടുതലാണ്. അപ്പോൾ പിന്നെ 10 രൂപ വലിയൊരു എമൗണ്ട് അല്ല.
അപ്പം എപ്പോഴായിരിക്കും 5 രൂപ കൊടുക്കാൻ തുടങ്ങിയത്? കല്യാണത്തിന് ശേഷം ചെലവ് കൂടി. കാരണം ഭാര്യ വന്നു വീട്ടിൽ, അങ്ങനെ 5 രൂപയാക്കി. അപ്പം പിന്നെ എപ്പോഴാണ് 2 രൂപ? ഒരു കുട്ടിയായി ചെലവ് വീണ്ടും കൂടി, 2 രൂപയായി. ഇപ്പം 2 കുട്ടികളായപ്പോൾ 1 രൂപ ചെലവ് വീണ്ടും കൂടി. ഇത് കേട്ടപ്പോൾ യാചകൻ ചോദിക്കുകയാണ്, എൻ്റെ ചെലവിലാണോ താങ്കളുടെ കുടുംബം കൊണ്ട് നടക്കണതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ പ്രദീപ് കുറ്റവാളി മാറി. ഇതേപോലെ ബ്രാഹ്മണന് ദാനം കൊടുത്ത് ബ്രാഹ്മണൻ ചോദിക്കുക, എൻ്റെ ചെലവിലാണോ വേറെ കൊടുക്കുന്നത്? ആ പശുവിനെ തന്നെ വരട്ടെ. പറഞ്ഞു, എങ്ങനെ ആ പശുവിനെ തരേ, നീ കൊടുത്തില്ലേ? അവസാനം 2 ബ്രാഹ്മണന്മാരും കൂടി ചേർന്ന് രാജാവിനൊരു ശാപം കൊടുത്തു, നീ ഒരു ഓന്തായി പോവട്ടെ. ഇത് കേട്ടാൽ നിങ്ങൾ എന്താ പറയുക അറിയോ? മേലാ ദാനം കൊടുക്കരുതെന്ന്. ഏതായാലും ഓന്തായി മാറി. ഇദ്ദേഹം ഒരു കിണറ്റിൽ കിടക്കുന്ന സമയത്ത് കൃഷ്ണൻ്റെ കുട്ടികൾ കളിച്ച് അവരുടെ പന്ത് കിണറ്റിൽ വീണിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ, കുട്ടികൾ പറഞ്ഞു ഭഗവാനോട് പന്തെടുത്ത് കൊടുക്കാൻ. അപ്പോഴാണ് ഈ ഓന്തവിടെ കിടക്കുന്നത്. ഭഗവാൻ ഓന്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഓന്തൊരു രൂപമെടുത്തു, ദിവ്യ രൂപമെടുത്തു. ഭഗവാൻ ചോദിച്ചു, ആരാണ് അവിടുന്ന്? കഥകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഭഗവാൻ പറയാണ്, എൻ്റെ നൃഗരാജൻ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഹം ഹാലാഹലം മന്യേ വിഷം. ഹാലാഹലത്തെ ഞാൻ വിഷമായി കാണുന്നില്ല. പിന്നെ എന്താണ് വിഷം? ബ്രഹ്മസ്വം ഹി വിഷം പ്രോക്തം. ഇത് വളരെ ശ്രദ്ധിക്കണേ പറയുന്ന വാക്ക്. അതായത് ഏറ്റവും വലിയ വിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത്, നാം ഒരാളിൽ നിന്നും ഒന്നും ഫ്രീ ആയി സ്വീകരിക്കരുത്. ഒന്നും ഫ്രീ ആയി സ്വീകരിക്കരുത്. എന്തെങ്കിലും ഫ്രീ ആയി സ്വീകരിക്കുന്നു എങ്കിൽ അത് വിഷമാണ്. അപ്പം ഇവിടെ ബ്രാഹ്മണന് ദാനം ചെയ്യണോ? അതല്ലേ അദ്ദേഹം ചെയ്തത്? കൊടുക്കല്ലേ ചെയ്തത്? ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കല്ലേ ചെയ്തത്? അപ്പം ഇങ്ങനെ ദാനം ചെയ്യുമ്പോൾ അതെങ്ങനെ വിഷമായി മാറുക? ഇവിടെ ഭഗവാൻ നൃഗനോട് പറയുന്നത് ബ്രഹ്മസ്വം വിഷം എന്നാണ്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ അർത്ഥം ബ്രഹ്മദത്തമായത്, ബ്രഹ്മസ്വം. പൊതുവെ എല്ലാവരും പറയും അമ്പലത്തിലെ ഫണ്ട് എന്നാണ്. അമ്പലത്തിലെ ഫണ്ട് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അത്രേ ഭഗവാൻ. ഇവിടെ അമ്പലത്തിലെ ഫണ്ട് എന്നല്ല പറയുന്നത് ഭഗവാൻ. ഇവിടെ ഭഗവാൻ പറയുന്നത് മനസ്സ് പോലും ബ്രഹ്മസ്വമാണ്. ഭഗവാനിൽ നിന്നും കിട്ടിയതാണ് ഏത്? മനസ്സ് പോലും. അപ്പം ആ മനസ്സ് പോലും ഒരു വിഷമായി മാറും, ഒരു പോയിസനായി നമ്മുടെ ജീവിതത്തിൽ മാറും. എന്ത് ചെയ്തില്ലെങ്കിൽ? അതിനെയും നമ്മൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ. അപ്പം സമർപ്പണമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം. മനസ്സ് പരമാത്മാവിൽ സമർപ്പിക്കുന്നു, മറ്റുള്ളതൊക്കെ നമ്മൾ സമർപ്പിക്കുക. ശ്രദ്ധിക്കണേ, ഈ സമർപ്പിക്കുക എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മൾ വളരെയധികം അർത്ഥവത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലോകം അന്ന് നേരെയായി. ലോകം നേരെയാവാത്തതിൻ്റെ കാരണം എല്ലാവരും സമർപ്പിക്കുന്നതിന് പകരം സ്വീകരിക്കുക എന്നുള്ളൊരു ഒരു ഇത് മാത്രം എടുത്തത് കൊണ്ടാണ്. എല്ലാവരും കൂടിച്ചേർന്ന് നല്ല കാര്യങ്ങളിൽ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹം ഉയരാൻ തുടങ്ങും. ഉദാഹരണത്തിന് നോക്ക്, പല തലത്തിൽ ഇത് വ്യാഖ്യാനിച്ചോളൂ. ഭാര്യാഭർത്ത ബന്ധത്തിൽ തന്നെ 2 പേരും നേരത്തെ എണീക്കുന്നു, 2 പേരും കുറച്ചു നേരം ധ്യാനത്തിനായി തങ്ങളെ സമർപ്പിക്കുന്നു. ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുമോ? ചിന്തിക്കും നിങ്ങൾ, ഉണ്ടാവുമോ? അപ്പോൾ സമർപ്പിക്കും തോറും ഐശ്വര്യം കൂടിക്കൂടി വരിക. അതിന് പകരം സമർപ്പിക്കുന്നതിന് പകരം എടുത്തു വയ്ക്കുന്നൊരു സംസ്കാരമാണെങ്കിലോ, എന്ന് വെച്ചാൽ ഒരു സ്വാർത്ഥ സംസ്കാരത്തിൽ, സ്വന്തം സുഖത്തിൻ്റെ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ കുടുംബ ബന്ധങ്ങൾ പോലും തകർന്ന് പോകുന്നു. അപ്പോൾ എടുത്തു വയ്ക്കുന്ന സ്വാർത്ഥ സംസ്കാരത്തെയാണ് ഭഗവാൻ ഇവിടെ വിഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഷമാവരുത് നമ്മുടെ ജീവിതം അമൃതമായി തീരണം. അതുകൊണ്ടായിരിക്കാം പണ്ടുള്ളവർ പറഞ്ഞത്, നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും വെറുതെ സ്വീകരിക്കരുത്. എന്ത് സ്വീകരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുള്ള ചടങ്ങ്. ഒരാൾ വീട്ടിൽ വന്നാൽ ആദ്യം തന്നെ അവർക്ക് വെള്ളം കൊടുക്കണോ? അപ്പോൾ നോക്കൂ, നിങ്ങളൊരു വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നു, വെറുതെ കൈയോടുകൂടി പോകാൻ പാടില്ല, എന്തെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഋഷീശ്വരന്മാർ പറയും, കൊടുത്തുകൊണ്ട്
കൊടുത്തുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. സ്വീകരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ ദക്ഷിണ സമർപ്പിക്കുന്നത്? കാരണം അവിടുന്ന് തീർത്ഥവും ചന്ദനമൊക്കെ കിട്ടും. അപ്പം അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരു കടബാധ്യത ഉണ്ടാവരുത്. അപ്പം അങ്ങനെ ലോകം മുഴുവൻ ഈ ചിന്ത ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കുണ്ടല്ലോ ജ്ഞാനം കൊടുക്കുന്നത് കൊണ്ടാണ് ആചാര്യന്മാർക്ക് നിങ്ങൾ ദക്ഷിണ കൊടുക്കുന്നത്, അല്ലേ? ജ്ഞാനം കൊടുക്കുന്നത് കൊണ്ടാണ്. ഒന്നും കൊടുക്കാതെ ഒരു സാധനം വാങ്ങിക്കാൻ പാടില്ല. ആ ഒരു യാചക സംസ്കാരം നമ്മുടെ എന്താ പറയുക ഭാരതത്തിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു മഹത്തായ സംസ്കാരമൊക്കെ നമ്മുടെ ഭാരതത്തിന് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ സമർപ്പിക്കുക എന്നുള്ളതിൻ്റെ പകരം വെറും സ്വീകരിക്കുക എന്നുള്ളൊരു സംസ്കാരം വന്നപ്പോൾ എന്തായി? സ്വീകരിച്ച് സ്വാർത്ഥത കൂടി മനുഷ്യബന്ധങ്ങൾ എന്തായി? അകന്നുപോയി. അതുകൊണ്ട് നമ്മുടെ ഋഷിമാർ പറയും 3 കാര്യങ്ങൾ: സമർപ്പിക്കുക, സ്വീകരിക്കുക, വീണ്ടും സമർപ്പിക്കുക. നോക്കൂ, ഗീതയിൽ കൃഷ്ണൻ എത്ര മനോഹരമായി അത് പറയുന്നു. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവം യജ്ഞകർമ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കൃഷ്ണൻ പറയുന്നു, ഒന്നിൽ സമർപ്പിതമായി അങ്ങനെ ഒരു യജ്ഞ സംസ്കാരം ഇവിടെ ഉണ്ട്. നിത്യം ഭഗവാൻ എവിടെ ഇരിക്കുന്നു? നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എവിടെ ഇരിക്കുന്നു? ഭഗവാൻ നിത്യവും യജ്ഞ സംസ്കാരത്തിലിരിക്കും. യജ്ഞം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, സ്വീകരിക്കുക, പങ്കുവയ്ക്കുക. എന്തൊക്കെയാണ്? സമർപ്പിക്കുക, സ്വീകരിക്കുക, പങ്കുവയ്ക്കുക. നോക്കൂ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എളുപ്പം ചിന്തിക്കുമോ നിങ്ങൾ? നമ്മളൊരു ഹോമം നടക്കുന്നു. ആ ഹോമത്തിലേക്ക് നമ്മളൊരു ലേശം നെയ്യ് വാങ്ങിച്ചു കൊടുക്കും. ആ പൂജാരി എന്ത് ചെയ്യും? പറയൂ. ആ നെയ്യ് ആ ഹോമകുണ്ടത്തിലേക്ക്, അഗ്നിയിലേക്ക് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച് ആ അഗ്നി അതിനെ സ്വീകരിക്കും. അവസാനം നമ്മൾ പോകുമ്പോൾ ലേശം പ്രസാദം നമുക്ക് വരും. ആ പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നു. നിങ്ങൾ കിട്ടിയ പ്രസാദത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു. ഉണ്ടോ ഇല്ലയോ? ഇപ്പോൾ ഒരു സമർപ്പണവും സ്വീകരണവും വിതരണവും പങ്കുവയ്ക്കലും യജ്ഞത്തിൻ്റെ ഒരു സ്വഭാവമാണെങ്കിൽ ഇത് തന്നെ നിങ്ങൾ കുടുംബജീവിതത്തിലേക്കും കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങൾ രാവിലെ കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുന്നു, സമർപ്പണം. എന്ത് അനുഭവങ്ങൾ വന്നാലും അത് ഭഗവത് പ്രസാദമായി സ്വീകരിക്കുന്നു. നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നു. അവിടെ ഐശ്വര്യമുണ്ട് പറയാണ്. അവിടെ എത്ര നല്ല ഐശ്വര്യം വേറെ എവിടെയും ഉണ്ടാവില്ല. ഇങ്ങനെയല്ലാതെ നിങ്ങളുടെ വീട്ടിലെങ്ങനെ ഐശ്വര്യം വരുത്തുക? നിങ്ങൾ അല്ലാതെ കുറേ ലളിതാ സഹസ്രനാമം ചൊല്ലി, കുറേ വിഷ്ണു സഹസ്രനാമം ചൊല്ലി, ബാക്കിയുള്ള സമയത്തൊക്കെ ഞാനൊരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതികാരവും വിദ്വേഷവും ഒക്കെ കൊണ്ട് നടന്ന് എന്ത് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് എന്ത് കാര്യം? മനസ്സിലാവുണ്ട് നിനക്ക്? ഇതൊന്നും ചൊല്ലിയിട്ട് കേൾക്കാൻ അപ്പുറത്തൊരു ദൈവം ഇല്ല. അതാദ്യം ഉറപ്പ് വേണം നിനക്ക്. കേൾക്കാൻ പുറത്തല്ല ദൈവം ഇരിക്കുന്നത്, ഉള്ളിലാണെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ബഹളം വെച്ചിട്ട് ഉണ്ടോ? വല്ല കാര്യമുണ്ടോ? അപ്പം അതുകൊണ്ടൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി നമുക്കെല്ലാവർക്കും മാറാൻ പറ്റണം. അങ്ങനെയൊരു ഉത്കൃഷ്ട ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നിങ്ങളൊക്കെ വിചാരിച്ചാലുണ്ടല്ലോ ഈ പാലക്കാടിനെ മുഴുവൻ മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയും ആൾക്കാർ വിചാരിച്ചാൽ, ഇത്രയും ആളുകൾ വിചാരിച്ചാൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തത് എന്താണ്? രാവിലെ കുളിക്കുക. ഇതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് എന്ത് പരിശീലിക്കണം? ധ്യാനം പരിശീലിക്കണം. രണ്ടാമത്തത്, കിട്ടുന്ന സമയം ഗീതയും ഭാഗവതവും രാമായണവും വായിച്ച് പഠിക്കുക. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. മൂന്നാമത്തത്, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിലെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരെന്ത് ചോദിച്ചാലും ഉടനെ പറഞ്ഞേക്കണം.
മരിച്ച വീട്ടിൽ പോലും പോയിട്ട് പറഞ്ഞു കൊടുക്കണം. എന്ത്? കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മദ്യം കഴിക്കുന്നത് എന്തിനോ അമൃത. ഇതൊന്നും പറഞ്ഞ് സമയം കളയരുത്. അപ്പോൾ അവിടെ മരിച്ച വീട്ടിൽ പോയി പറയണം, ആരും ജനിക്കുന്നില്ല, നജായതേ നമ്രിയതേ. ഞാൻ നിങ്ങളോട് തമാശ പറയല്ലേ, ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ കേരളത്തിലാണ്. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഫോൺ വന്നിട്ട് പറഞ്ഞു, സ്വാമിജിക്ക് വീട്ടിലൊന്ന് കയറാൻ പറ്റുമോ, അവരുടെ ഹസ്ബൻഡ് മരിച്ചു കിടക്കുകയാണ്, ഒന്ന് ആ വീട്ടിൽ കയറാൻ പറ്റും. ഞാൻ പറഞ്ഞു, എനിക്ക് മരണമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ കയറുമോ കയറില്ലേ എന്നുള്ളത് ആലോചിക്കാം നമുക്ക്. അപ്പം ഞാൻ ആ വീട്ടിൽ ഏതായാലും പോകുന്ന വഴിക്കൊരു ഉന്തും തള്ളും എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാൻ ആ വീട്ടിൽ കയറിയപ്പോൾ കുറേ ആളുകൾ വന്നിട്ടുണ്ട്, ബോഡീൻ്റെ അപ്പുറത്ത് കിടക്കണം. ഞാൻ വിചാരിച്ചു കിട്ടിയ സന്ദർഭം ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്തുന്ന ആൾക്കാരെ മുന്നിൽ പിടിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കൊടുത്തു, വാസാംസി ജീർണാനി. അപ്പോൾ അടുത്തുള്ള ആൾക്കാർ നോക്കി, ഇതെന്താ ഗീതാ ക്ലാസ് ആണോ നടക്കുന്നത്? മരിച്ച വീടാണ്, അപ്പുറത്ത് ബോഡി കിടക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞ് ആ കരച്ചിലൊക്കെ ഉള്ള ആളുകൾ അവർ കരച്ചിലൊക്കെ നിർത്തി, ആ മനസ്സൊക്കെ അങ്ങോട്ട് മാറി. പക്ഷേ പൊതുവേ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം പൊതുജനങ്ങളെ സംബന്ധിച്ച് മരിച്ച വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂകഭൂകമായി നെഞ്ചത്ത് രണ്ടടിയൊക്കെ അടിച്ച് ഭർത്താവ് ഭാര്യ കരയണം, ചേട്ടാ ഇനി പോയില്ലേ, എനിക്ക് ആർക്കും ഇല്ലല്ലോ, എന്തിനാ എന്നെ വിട്ടുപോയത്, എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴാണ്, ആ കരച്ചിലൊക്കെ കേൾക്കുമ്പോഴാണ് മുത്തശ്ശി മരിച്ചു, ഭയങ്കര കരച്ചിൽ. എല്ലാവരും കരയുന്ന അമ്മമാരാണെങ്കിൽ 70-80 വയസ്സുള്ള അമ്മമാരാണ്. ഇത് കേട്ടിട്ട് പേരക്കുട്ടി ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്താ ഇവിടുന്ന് ബഹളം വെക്കുന്നത്? ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിക്കൂടെ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? എന്താ തള്ള ടൂറ് പോവുകയാണോ? എല്ലാവരെയും കൂടെ കൊണ്ടുപോവുക? മനസ്സിലായില്ലേ? നോക്കൂ, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഈ കരച്ചിലും പിഴിച്ചിലൊന്നും പോകരുത്. ഇന്ന് കരച്ചിൽ കുറവാണ്, നമുക്കത് വേറെ കാര്യം. ഇന്ന് നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ലോകത്തിലാണ് ജീവിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ചിട്ട് എല്ലാവരും അനുശോചനം ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, എന്ന് ഭാര്യ സുശീല, 45 വയസ്സ്, ശുദ്ധജാതകം, വെളുത്ത നിറം, ബാധ്യതകളൊന്നുമില്ല, ബന്ധപ്പെടേണ്ട നമ്പർ 944, അതും കൂടി കൊടുത്തു പേപ്പറിൽ. അപ്പോൾ ആ ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഒരു മനസ്സ് ശരീരം വിട്ടു പോയാൽ നമുക്ക് മനസ്സിലാവണം, അത് വേറൊരു ശരീരത്തോട് കൂടിച്ചേരുന്നെങ്കിൽ അതിനൊരു നല്ല ശരീരം കിട്ടണം, വേണ്ടേ? അപ്പോൾ പിന്നെ കരയാണോ വേണ്ടത്, അവിടെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുകയാണോ വേണ്ടത്? അതാണ് മരിച്ച വീട്ടിലൊക്കെ നമ്മളുണ്ടല്ലോ, ഈ ഭഗവത്ഗീതയും ഭാഗവതവും രാമായണമൊക്കെ വായിക്കാൻ നമുക്ക് സാധിക്കണം. പണ്ട് ആരോ പറഞ്ഞു, ഈ ഭഗവത്ഗീതയിലെ 8-ാം അധ്യായം ഈ മരിച്ച വീട്ടിലൊക്കെ ചൊല്ലുന്നത്, അതുപോലെ നാരായണീയത്തിലെ അവസാനത്തെ ദശകം, അവസാനം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ, ഭഗവാനിലേക്ക് 1-ാമത്തെ ദശകം, നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിൻ. ആ ഒരു കാഴ്ചപ്പാട്. ആരും മരിച്ചു പോവുകയല്ല ചെയ്തത്, എല്ലാവരും ഇനിയും മറ്റൊരു ശരീരത്തിലേക്കൊരു ബീജമായി മാറുകയാണ്. അപ്പം നല്ലൊരു ശരീരം കിട്ടണം എന്നതായിരിക്കണം നമുക്കൊക്കെ ഉണ്ടാവേണ്ടുന്ന മനോഭാവം. ആണോ? അതോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുകയാണോ വേണ്ടത്? നല്ലൊരു ശരീരം കിട്ടട്ടെ എന്ന് പറഞ്ഞ് കരയല്ല, ചിന്തിക്കുകയാണോ വേണ്ടത്? നല്ലൊരു ശരീരം കിട്ടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ്, ഒരു പ്രാർത്ഥന എന്നല്ല പറയുക, ഒരു മന്ത്ര ചിന്തകൾ അവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ചിന്തകളാണല്ലോ അതൊക്കെ, ആ ഒരു മനസ്സ് പോലും നല്ലൊരു ശരീരത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കണം എന്ന് പറയണം, ഉണ്ടാക്കി വയ്ക്കണം. അപ്പം അതുകൊണ്ട് ദിവസവും നിങ്ങൾ കുറച്ചു നേരം എന്ത് ചെയ്യണം? ധ്യാനം ചെയ്യണം. ഗീതയും ഭാഗവതവും രാമായണമൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. നമ്മളെ ആർക്കും വിഡ്ഢികളാക്കാൻ നമ്മൾ അനുവദിക്കരുത്. മനസ്സിലായില്ലേ? 3-ാമത്തത്, ഇതിലെ നല്ല ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആദരവും
ബഹുമാനവും കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ്. നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ധൈര്യം, അത് ധ്യാനത്തിലൂടെ കിട്ടും. രണ്ടാമത്തത് നമുക്ക് വേണ്ടത് സംതൃപ്തി വേണം. നിങ്ങളിതൊക്കെ പഠിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ നല്ല അർപ്പണം വരും തോറും സന്തോഷവും സംതൃപ്തിയും കൂടും. മൂന്നാമത്തതാണ് നമുക്ക് സ്നേഹവും ആദരവും. നല്ലത് പങ്കുവെക്കും തോറും നമുക്ക് സ്നേഹവും ആദരവും കിട്ടും. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഈ ഒരു ജീവിതം നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് പൂർവികന്മാർ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, പണ്ടാരോ പറഞ്ഞതുപോലെ പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം. നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പലരും എന്താ പറയുക, നാളെ തുടങ്ങണം, ഇന്ന് ഇനിയിപ്പം കഴിഞ്ഞില്ലേ, ഭാഗവത അയ്യോ സംസ്കൃതം പറ്റില്ല. അതിനല്ലേ രാമായണം എഴുതി വെച്ചത് എഴുത്തച്ഛൻ? അത് വായിക്കാൻ എന്താ? അത് രാമായണ കർക്കിടക മാസത്തിലല്ലേ. എന്തൊക്കെ എക്സ്ക്യൂസാണ് ഓരോരുത്തർ. ഒരമ്മ എന്നോട് വന്ന് ചോദിക്കുകയാണേ, എൻ്റെ സ്വാമി മഹാഭാരതം വീട്ടിൽ വെക്കാൻ പാടില്ലല്ലേ എന്ന്. ചോദിച്ചു, എന്ത് പറ്റി? അല്ല, മഹാഭാരതത്തിൽ യുദ്ധമല്ലേ പറയണത്, യുദ്ധം പറയുന്നതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഗീതയിലും ഉണ്ടല്ലോ യുദ്ധം, യുദ്ധക്കളത്തിലല്ലേ ഗീത പറയണത്? അത് ശരി, അപ്പം അതും വീട്ടിൽ വെക്കാൻ പാടില്ലല്ലേ എന്ന്. അല്ല, അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ രാമായണത്തിലുണ്ടല്ലോ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധം, അപ്പോൾ അതും വെക്കാൻ പറ്റില്ലേ? ഇതൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ എന്താ വെക്കാൻ പറ്റുക? നിങ്ങളെയും വെക്കാൻ പറ്റില്ല. ഈ തരത്തിലുള്ള കുറേ പൊട്ടവർഗങ്ങളുണ്ട് നമ്മുടെ ഹിന്ദു മതത്തിൽ. ഈ പുസ്തകങ്ങളൊക്കെ വീട്ടിൽ വെച്ചോ എന്ന് വെച്ചിട്ട് അതെന്താ നിങ്ങൾ ദ്രോഹിക്കണ്ടോ? ഇതെന്താ മഹാഭാരതം വെക്കാതിരുന്നിട്ട് എന്താ യുദ്ധത്തിന് വല്ല കുറവുണ്ടോ? നല്ല കാര്യം. മഹാഭാരതം വെച്ചിട്ട് വേണം ഒരു യുദ്ധം. അതാണ് ഒരു പയ്യൻ്റെ വീട്ടുകാർ പെണ്ണ് വീട്ടിൽ ചെന്ന് പെണ്ണ് കാണാൻ. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു, ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് എൻ്റെ മകന് രാമായണം അറിയാം, ഗീത അറിയാം, ഉപനിഷത്തുക്കൾ അറിയാം, മഹാഭാരതവും അറിയാം. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, എനിക്ക് മഹാഭാരതമൊന്നും അറിയില്ലെങ്കിലും കല്യാണത്തിന് ശേഷം ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന്. എന്താ ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും അവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകർവത സഞ്ജയ കാണിച്ചു കൊടുക്കുക. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു മാറ്റം വരുത്തൂ. നിങ്ങളുടെ വീട്ടിൽ ആദ്യം ആർക്ക് മാറ്റം വരണം? ആര് ധ്യാനിച്ചു തുടങ്ങണം? നിങ്ങൾ ധ്യാനിച്ചോളാം. ഞാൻ വയസ്സായി സ്വാമി, മക്കളൊക്കെ എണീറ്റാ നല്ലതാണ്. പലർക്കും ആ മക്കളെ നേരെയാക്കാനുള്ള മനസ്സ് വിട്ടിട്ടില്ല. നിങ്ങളെത്ര മക്കളെ നേരെയാക്കാൻ ശ്രമിക്കണോ അവർ നിങ്ങളെ നേരെയാക്കി വിടും. മനസ്സിലാക്കിക്കോളൂ. ആരെയും നേരെയാക്കാനല്ല നിങ്ങൾ വന്നത്. നിങ്ങൾ വന്നിരിക്കുന്നത് ഉദ്ധരേത് ആത്മനാത്മാനം. ആരെ നേരെയാക്കാൻ? അവനവനെ. അപ്പം അവനവന് വേണമെന്നുണ്ടെങ്കിൽ അവനവൻ ഉയരുക. നിങ്ങൾ ഉയർന്നിട്ടില്ലെങ്കിലോ ഒരു നഷ്ടവുമില്ല, ആർക്കും നഷ്ടമില്ല. ഇതേ മനസ്സ് ചർവിത ചർവണം, അനുഭവിച്ചത് തന്നെ തിരിച്ചനുഭവിക്കാനായി പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ചയൻ ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം. ഇത് തന്നെ, വെറുതെ ഭജഗോവിന്ദം പറഞ്ഞിരുന്നൊരു കാര്യമില്ല. നമ്മൾ ധ്യാനമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇതേ മനസ്സ് വീണ്ടും അനുഭവിച്ചത് തന്നെ ഈ ചക്രത്തിൽ നിന്ന് സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുത്തര. ഭഗവാൻ പറയും, ഈ ചക്രമുണ്ടല്ലോ, ഈ ചക്രത്തിന് നിങ്ങളെ കറക്കി 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 അനുഭവിച്ച് തന്നെ അനുഭവിപ്പിക്കാൻ സാധിപ്പിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. ഇപ്രകാരം എല്ലാം പറഞ്ഞതിന് ശേഷം ഇനിയും അനവധി കഥകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കഥയാണ് കുചേലോപാഖ്യാനം എന്നുള്ള കഥ, സന്താനഗോപാലം. പിന്നെ ഭഗവാൻ അച്ഛന് ഉപദേശം കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം എങ്ങനെ ഭയത്തെ തരണം ചെയ്യണം, എങ്ങനെ ഭയമുണ്ടാവുന്നു
ഈ ഭയം എങ്ങനെ നമുക്ക്, ഭയത്തിൽ നിന്നും എങ്ങനെ നമുക്ക് മറികടക്കാം എന്ന് മനോഹരമായി വഴി പറഞ്ഞു തരുന്ന ഭാഗവതത്തിലെ ഭഗവാൻ കൃഷ്ണൻ്റെ പിതാവും വസുദേവരും നാരദ മഹർഷിയും തമ്മിൽ നടത്തുന്നൊരു സംവാദമുണ്ട്, ഒരു ചർച്ചയുണ്ട്. അതിൻ്റെ മറ്റൊരു പേര് നിമി നവയോഗി സംവാദം എന്നാണ്. അത് നമുക്ക് വൈകുന്നേരം കാണാം. അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കാണും.